നമസ്കാരം പ്രിയമുള്ളവരെ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM പയറ്റുവാൻ ശ്രമിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോയ ഭൂരിപക്ഷ വോട്ടുകൾ തിരികെ കൊണ്ടുവരിക എന്നതാണ്. കാരണം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി CPM വ്യക്തമായ ഒരു കാര്യമുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ അത് CPM ലഭിക്കുന്ന കാര്യം പ്രയാസകരമാണ്. കാരണം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം UDF അനുകൂലമായാണ് ഉണ്ടായത്. മാത്രമല്ല, ചില മുസ്ലിം സംഘടനകൾ CPM കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന മുസ്ലിം സംഘടനകൾ ഇപ്പോൾ UDF നിൽക്കുന്നു എന്നതാണ് അതിന് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതിന് ഏറ്റവും വലിയ ആരോപണമായി ഈ മുസ്ലിം സംഘടനകൾ ഉന്നയിക്കുന്നത് എന്തെന്ന് വെച്ചാൽ പോലീസ് സേനയിലെ സംഘപരിവാര സ്വാധീനമാണ്. അത് സ്പഷ്ടമായി തന്നെ നിൽക്കുന്നിടത്തോളം കാലം ആ സമുദായത്തിന് ഭയമുണ്ട് എന്നതാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത്. പ്രത്യേകിച്ചും CPM തന്നെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വാഴ്ത്തുപാട്ടുകാരനായിരുന്ന PV അൻവർ തന്നെ ഇത്തരം ആരോപണങ്ങൾ തെളിവ് സഹിതം കൊണ്ടുവന്നപ്പോൾ ആ സമുദായത്തിന് ഭയം ജനിപ്പിക്കുന്നതിന് കാരണമായി എന്നത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, നേരത്തെ CPM അനുകൂലമായി നിന്നിരുന്ന മിക്ക മുസ്ലിം സംഘടനകളും, പ്രത്യേകിച്ചും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ, വോട്ട് അന്നും അധികമില്ലെങ്കിലും കേന്ദ്രീകൃതമാണ് അവരുടെ പ്രവർത്തനം എന്നത് യാഥാർത്ഥ്യമാണ്. കാരണം അത് RSS പോലെയുള്ള ഒരു സംഘടനയാണ്. സംഘടനയുടെ അംഗങ്ങളോട് അതിൻ്റെ നേതാക്കന്മാർ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യും. ഒരു വോട്ട് പോലും ചോർന്നു പോകില്ല. അതുകൊണ്ട് തന്നെ ആ സംഘടനകൾക്ക് ഇപ്പോൾ LDF വലിയ താല്പര്യമില്ല. നേരത്തെ ഈ സംഘടനയുടെയൊക്കെ പ്രവർത്തകർ LDF ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. അവർ ഫീൽഡ് പോലും വർക്ക് ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ലീഗിനോടും കോൺഗ്രസിനോടും ഒക്കെ വലിയ വിരോധമുണ്ടായിരുന്ന ആളുകളായിരുന്നു അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ. അവരുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടാകുന്നു എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ബാങ്കുകൾ പഴയതുപോലെ ന്യൂനപക്ഷങ്ങളുടേത് LDF കിട്ടില്ല എന്ന ഒരു തിരിച്ചറിയിൽ നിന്നാണ് നഷ്ടപ്പെട്ടു പോയ വോട്ടുകൾ തിരികെ കൊണ്ടുവരുവാനുള്ള ശ്രമം CPM നടത്തുന്നത്. നേരത്തെ നമുക്കറിയാം, ഈഴവ സമുദായമായിരുന്നു CPM ഒരു അടിത്തറ. ആ സമുദായത്തിൻ്റെ വോട്ട് വലിയ രീതിയിൽ BJP ചോർന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. BDGS വന്നതിന് ശേഷം കുറേയധികം വോട്ടുകൾ അത് BJP സഖ്യത്തിലേക്ക് പോയി. പക്ഷേ ഇപ്പോൾ BDGS ഒരു തെരഞ്ഞെടുപ്പ് പ്രകടനം മോശമാണെങ്കിൽ പോലും BJP ആ വോട്ടുകൾ SNDP വോട്ടുകൾ അല്ലെങ്കിൽ ഈഴ വോട്ടുകൾ പോകുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. നേരത്തെയൊക്കെ CPM വിചാരിച്ചിരുന്നത് നായർ സമുദായത്തിൻ്റെ വോട്ടുകളായിരിക്കും അങ്ങനെ പോകുന്നത്, BJP പോകുന്നത്. അത് കോൺഗ്രസിനാണ് ക്ഷീണം. കാരണം ഓരോ സമുദായിക അടിസ്ഥാനത്തിൽ നമ്മൾ വോട്ടുകളുടെ ഒരു വിശകലനം എടുത്താൽ നായർ സമുദായ അംഗങ്ങൾ കൂടുതൽ കോൺഗ്രസിനായിരുന്നു വോട്ട് ചെയ്തിരുന്നത്. ഈഴവ സമുദായ അംഗങ്ങൾ കൂടുതൽ CPM ബന്ധം പുലർത്തിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ചിത്രങ്ങളാകെ മാറി മറിയുകയാണ്. ഈഴവ സമുദായ അംഗങ്ങളാണ് കൂടുതൽ BJP എത്തുന്നത് എന്നൊരു നിഗമനം നടത്തപ്പെടുകയാണ്. പ്രത്യേകിച്ചും ആറ്റിങ്ങൽ പോലെ SNDP ശക്തമായ സ്വാധീനമുള്ള, ഈഴവ സമുദായത്തിന് ശക്തമായ സ്വാധീനമുള്ള സ്ഥലത്ത് BJP സ്ഥാനാർത്ഥി V മുരളീധരൻ വളരെ ശക്തമായ വോട്ട് പിടിക്കുകയും മൂന്നാം സ്ഥാനത്ത്, അതായത് CPM സ്ഥാനാർത്ഥി VS ജോയിക്ക് അധികം ദൂരെയല്ലാതെ മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയും ചെയ്തപ്പോൾ BJP ആ ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ ക്രോഡീകരിക്കുന്നു എന്ന കണ്ടെത്തൽ CPM അതുകൊണ്ട് തന്നെയാണ് CPM ഇപ്പോൾ ആ വോട്ടുകൾ തിരികെ പിടിക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ ശബരിമലയിൽ അയ്യപ്പ സംഗമം ഒക്കെ നടത്തുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് എത്രത്തോളം CPM തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം മതേതര വോട്ടുകൾ അത് എത്രത്തോളം CPM ആ നിലപാടിനെ അംഗീകരിക്കും. കാരണം അയ്യപ്പ സംഗമം നടത്തുന്നതിനൊന്നും എതിരല്ല കേരളത്തിലെ ഒരു വ്യക്തിയും. പക്ഷേ ആ അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് വെള്ളാപ്പള്ളി നടേശനോടൊപ്പമാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ വർഗീയ കലർന്ന പ്രസ്താവനകൾ മുസ്ലിം സമുദായത്തിനെതിരെയും ക്രൈസ്തവ സമുദായത്തിനെതിരെയും ഒക്കെ ഈ അടുത്ത സമയത്തുണ്ടായതാണ്. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തോടൊപ്പം ഒരു കാറിൽ സഞ്ചരിച്ചുകൊണ്ട് ആ യോഗം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ന്യൂനപക്ഷ സമുദായാംഗങ്ങൾക്കിടയിൽ കൂടുതൽ CPM കുറിച്ച് സംശയമുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, അവിടെ വായിച്ചത് യോഗിയുടെ ആശംസയാണ്. യോഗി ക്ഷണിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് വരാൻ അസൗകര്യമുള്ളത് കൊണ്ടാണ് ആശംസ വായിച്ചത് എന്ന് പറയുന്നു. ഇന്ത്യയിൽ ഒട്ടനവധി സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളുടെ ഒന്നും മുഖ്യമന്ത്രിമാരുടെ ആശംസ വാങ്ങിക്കാതെ, അവരെ ക്ഷണിക്കാതെ യോഗിയുടെ ആശംസ വാങ്ങിച്ചത് എന്തിനാണ് എന്നൊരു ചോദ്യം ഉയരുന്നു. അതായത് BJP തീവ്രമായി ഹൈന്ദവ രാഷ്ട്രീയം പറയുന്നത് തങ്ങളാണ് എന്ന ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ ഇട്ടുകൊടുക്കുവാനാണോ, അങ്ങനെ ആ വോട്ടുകൾ ക്രോഡീകരിപ്പിക്കാനാണോ എന്ന ഒരു സംശയവും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെയൊക്കെ CPM
ന്യൂനപക്ഷ സമുദായങ്ങൾ കൂടുതൽ സംശയത്തോടു കൂടി നോക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെയാണ് നേരത്തെ PV അൻവർ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വാഴ്ത്തുപാട്ടുകാരനായിരുന്ന PV അൻവറിൻ്റെ ആരോപണങ്ങൾ കേരള പോലീസിൽ സംഘപരിവാരങ്ങളുടെ സ്വാധീനമുണ്ടാകുന്നു എന്നതൊക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ ഒരുപക്ഷെ CPM വരുവാനുള്ള വലിയ പ്രയാസം CPM നേരിടും എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഭൂരിപക്ഷ വോട്ടുകളുടെ ക്രോഡീകരണം നടത്തുവാൻ ശ്രമിക്കുന്നത്. അതും പക്ഷേ ഇപ്പോൾ എതിരാകുന്നു എന്ന ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. കോൺഗ്രസ് നേരിടുവാൻ പോകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് മുസ്ലിം ക്രൈസ്തവ വോട്ടുകളുടെ ഒരു കേന്ദ്രീകരണം മിക്ക സമയത്തും കോൺഗ്രസിന് അനുകൂലമാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നങ്ങളൊക്കെ ആ വോട്ടുകളിലെ ചില ക്രോഡീകരണം കറക്റ്റായിട്ട് നടക്കാൻ സാധ്യതയില്ല. വോട്ടുകൾ ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് പോകുവാൻ സാധ്യതയുണ്ട്. അത് കോൺഗ്രസ് സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. തിരുവമ്പാടി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാക്കും. മുസ്ലിം വോട്ട് ബാങ്കുകളും ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളും കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായിരുന്നു, അസറ്റായിരുന്നു. ആ വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കുവാനുള്ള BJPയുടെ ശ്രമം കോൺഗ്രസ് തിരിച്ചറിയുകയും അത് പ്രതിരോധിക്കുകയും ചെയ്തില്ലെങ്കിൽ കോൺഗ്രസിന് ഒരുപക്ഷെ നഷ്ടമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മറ്റൊരു കാര്യം കൂടി CPMൻ്റെ അജണ്ടയിലുണ്ടായിരുന്നു. അത് എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ യുവ നേതാക്കന്മാരുടെ ക്രെഡിബിലിറ്റി തകർക്കുക എന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിലൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വരുന്നു, ലൈംഗിക ആരോപണങ്ങൾ വരുന്നു. പക്ഷേ അതൊന്നും തെളിയിക്കാൻ പറ്റുന്നില്ല. ഗർഭമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്നു, അത് വലിയ ചർച്ചയാകുന്നു. പക്ഷേ ഗർഭിണിയാക്കി തന്നെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്ന് പറയുന്ന ആ യുവതി ഒരു പരാതി കൊടുക്കുന്നില്ല. അങ്ങനെ ആ ആരോപണങ്ങൾ ചീറ്റിപ്പോകുന്നു. അത് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ പടരുന്നു. അത് തെളിയിക്കപ്പെടാൻ നിൽക്കുന്നിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. അദ്ദേഹം അയാളുടെ മണ്ഡലത്തിൽ സജീവമാകുന്നു, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ആ സമയത്താണ് മറ്റൊരു യുവ നേതാവായ എന്ന ഷാഫി പറമ്പലിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ പാലക്കാട്ടത്തെ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ കാണാൻ കൊള്ളുന്ന പെണ്ണുങ്ങളെയൊക്കെ ബാംഗ്ലൂരിലോട്ട് ട്രിപ്പിന് ക്ഷണിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു തന്നെ ഉണ്ടാകുന്നു. അതും CPMനെ സംബന്ധിച്ച് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഇമേജുള്ള ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. സോഷ്യൽ മീഡിയ എങ്ങനെ വ്യക്തമായി ഉപയോഗിക്കണമെന്ന് അയാൾക്കറിയാം. മാത്രമല്ല ജനങ്ങളോട് എങ്ങനെ ഇടപെടണമെന്നും ഒക്കെ അറിയാം. ക്ലവർ ഒരു പൊളിറ്റീഷ്യൻ തന്നെയാണ് ഷാഫി പറമ്പിൽ. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഒക്കെ ഉപമിക്കാവുന്ന തരത്തിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷം ആ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ജനമധ്യത്തിൽ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഒരാളെന്ന രീതിയിൽ ഉയർന്നു വരുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിനെ ലക്ഷ്യമാക്കുന്നത് CPMനെ സംബന്ധിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. തെളിവില്ലാതെ ഷാഫി പറമ്പിൽ യുവതികളെ ബാംഗ്ലൂരിലോട്ട് പോകാൻ ട്രിപ്പിന് ക്ഷണിച്ചു എന്നൊക്കെ പറയുന്നത് പോലുള്ള ആരോപണങ്ങൾ CPMനെ സംബന്ധിച്ച് വലിയ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ സന്ദേശ സിനിമയിൽ ശങ്കരാടി, താത്വികാചാര്യൻ റോൾ ചെയ്യുന്ന ശങ്കരാടി പറയുന്നത് പോലെ അപ്പുറത്തെ പാർട്ടിയിൽ, എതിർ പാർട്ടിയിൽ ചില നല്ല യുവാക്കളുണ്ട്, അവരെയൊക്കെ ഏതെങ്കിലും പെണ്ണ് കേസിലോ തേങ്ങാമോഷണ കേസിലോ പെടുത്താതെ തങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയോ വായിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ ഒരു അഭിമുഖത്തിൽ പറയുന്നതായിട്ട്, അതായത് സന്ദേശ സിനിമയ്ക്ക് തിരക്കഥ എഴുതിയതിന് ശ്രീനിവാസൻ പ്രതിഫലമൊന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം ശ്രീനിവാസൻ പറയുന്നത് കേരള സമൂഹത്തിൽ എന്നും ചർച്ച ചെയ്യുന്ന ഒരു ഇതിവൃത്തമാണ് സന്ദേശ സിനിമയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ സിനിമയുള്ളിടത്തോളം കാലം, കേരള സിനിമയുള്ളിടത്തോളം കാലം സന്ദേശ സിനിമയ്ക്ക് പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഫലം തനിക്ക് വേണ്ട എന്നാണ് ശ്രീനിവാസൻ പറയുന്നത്. അത് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പാലക്കാട്ടെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്നത്. കാരണം ഒരു തെളിവുമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ പെണ്ണുങ്ങളെയൊക്കെ ബാംഗ്ലൂരിൽ കൊണ്ടുപോകുവാൻ ക്ഷണിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ആരോപണങ്ങൾ അത് തരിമ്പും തെളിവില്ലാതെ തന്നെയാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിനെയും പോലെയുള്ള ക്രെഡിബിലിറ്റിയുള്ള യുവ നേതാക്കന്മാരെ ക്രെഡിബിലിറ്റി തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടി CPMനുണ്ടായിരുന്നു. പക്ഷേ അതും പാളുന്നതായിട്ടാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആരോപണങ്ങൾ അത് യേശുന്നില്ല. അയാൾ ആ മണ്ഡലത്തിൽ എത്തുന്ന സമയത്ത് സാധാരണ ജനങ്ങൾ, സ്ത്രീകളൊക്കെ ഇറങ്ങി വന്ന് പുള്ളിക്കാരനോടൊപ്പം സെൽഫി എടുക്കുന്ന ചിത്രങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. കാരണം ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്ന ഒരു വ്യക്തിയോട്, ലൈംഗിക ആരോപണം ഉണ്ടാകുന്ന ഒരു വ്യക്തിയോട് ഇടപഴകുവാനൊക്കെ കേരളത്തിലെ സ്ത്രീകൾ പേടിക്കും, ഭയക്കും. പക്ഷെ അതൊന്നും ഉണ്ടാകുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളുടെ നിയമസഭാ MLA ഓഫീസിനടുത്തുള്ള സ്ഥലങ്ങളുടെ വീടുകളൊക്കെ സന്ദർശിക്കുന്നു, അവരുമായിട്ട് ഫോട്ടോ എടുക്കുന്നു. സ്ത്രീകളൊക്കെ ഒരു സഹോദരനെയും ഒരു മകനെയും പോലെയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ഇടപെടുന്നു. അപ്പോൾ അത്തരം ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തം. അതിനുശേഷമാണ് ഷാഫി പറമ്പിനെതിരെ ഈ ആരോപണം വരുന്നത്. ഷാഫി പറമ്പിനോട് എതിരെയുള്ള ആരോപണവും CPMനെ സംബന്ധിച്ച് അതും തിരിച്ചടിയാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ വരുന്നത്. പ്രത്യേകിച്ചും CPMലെ മറ്റാരും ആ ആരോപണങ്ങൾ ഏറ്റെടുക്കുവാൻ മുന്നോട്ട് വരുന്നില്ല. പാലക്കാട് ജില്ലാ സെക്രട്ടറി പറഞ്ഞതിന് ശേഷം തന്നെ അദ്ദേഹം അതിനെ
ന്യായീകരിക്കുവാൻ കിടന്ന് പാടുപെടുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം പറയുന്നത് താൻ ഷാഫി പറമ്പലിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഇതിനേക്കാളും വലിയ പുള്ളിയാണ്, ലൈംഗിക ആരോപണ വിധേയനാണ് എന്നൊക്കെ പറയുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ നമ്മൾ ആ പ്രസ്താവന കാണുമ്പോൾ വ്യക്തമാണ് ഷാഫി പറമ്പലിനെ അദ്ദേഹം പേരെടുത്ത് തന്നെ പരാമർശിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. എന്തായാലും CPM-നെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി CPM എയ്ത 2 അമ്പുകളും അത് തിരിച്ചു വന്ന് നെഞ്ചിൽ തന്നെ തറയ്ക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ വസ്തുത. ഒന്ന്, ഭൂരിപക്ഷ വോട്ടുകൾ ക്രോഡീകരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അല്പം വർഗീയത കലർന്ന ചില സമീപനങ്ങൾ, അല്പമല്ല നല്ലതുപോലെ വർഗീയത കലർന്ന ചില സമീപനങ്ങൾ. മറ്റൊന്ന്, കോൺഗ്രസിൻ്റെ യുവ നേതാക്കന്മാരെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് അവർക്ക് നേരെ ഉണ്ടാക്കുന്ന ആരോപണങ്ങൾ. അത് രണ്ടും CPM-നെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ വിടവാങ്ങണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.